ഹലോ മക്കളെ, സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും. ഈ ചിത്രത്തിൽ ആരെയാണ് കാണുന്നത്? നിങ്ങൾക്കറിയാമോ ഈ ചിത്രത്തിൽ ആരാണെന്ന്? കുര്യാക്കോസ് ഏലിയാസ് ചവറ അച്ഛൻ്റെ ചിത്രമാണ്. ആരായിരുന്നു ഇദ്ദേഹം? ഇദ്ദേഹം കേരള സാക്ഷരതയുടെ പിതാവാണ്. കേരള സാക്ഷരതയുടെ പിതാവ്. സാക്ഷരത എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ലിറ്ററസി അല്ലേ, എഴുത്തും വായനയൊക്കെ അറിയുന്ന അവസ്ഥ അല്ലേ, അതാണ് സാക്ഷരത എന്ന് പറയുന്നത്. അപ്പോൾ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് ചവറയച്ചൻ അറിയണമെങ്കിൽ കുറേയധികം കാര്യങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ചെയ്തിരിക്കണം അല്ലേ. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആളല്ലേ? അതെ, തീർച്ചയായും ചവറയച്ചനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പണ്ട് കേരളത്തിൽ സ്കൂളുകളൊക്കെ തുടങ്ങിയപ്പോൾ മിഷണറീസിൻ്റെ കീഴിലാണ് തുടങ്ങിയത്. അപ്പോൾ ഓരോ പള്ളിയുടെ അടുത്തും പള്ളിയുടെ കൂടെയും എന്തുണ്ടായിരിക്കണമെന്ന്, സ്കൂളുകൾ ഉണ്ടായിരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച വികാരിയാണ് ആര്? കുര്യാക്കോസ് ഏലിയാസ് ചവറ, അതായത് ചവറയച്ചൻ. അതുകൊണ്ടാണ് സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന പേര് വന്നത്. ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ പോയില്ലെങ്കിലേ മടിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ പനിയൊക്കെ പിടിച്ച് അല്ലേ, രണ്ട് കാരണത്താൽ നമ്മൾ സ്കൂളിൽ പോകാണ്ടിരിക്കും അല്ലേ. ഒന്നില്ലെങ്കിൽ മടി, അതല്ലെങ്കിൽ എന്താണ് വല്ല അസുഖം അല്ലേ. അപ്പോൾ പോയിട്ടില്ലെങ്കിൽ നമ്മളെ പുറത്ത് വെച്ച് ആരെങ്കിലും കണ്ടാൽ ചോദിക്കും, ഇന്ന് പള്ളിക്കൂടത്തിൽ പോയില്ലേ ചോദിക്കും അല്ലേ. അതെന്താ അങ്ങനെ പേര് വരാൻ കാരണം മനസ്സിലായോ? പണ്ട് ചവറയച്ചൻ പള്ളികളുടെ കൂടെ സ്കൂളുകൾ തുടങ്ങണം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ പള്ളികളുടെ കൂടെയാണ് സ്കൂളുകൾ. ഇപ്പോഴും പള്ളികളുടെ അടുത്ത് സ്കൂളുകളുണ്ട്. നിങ്ങൾ ചുറ്റുപാടൊക്കെ ശ്രദ്ധിച്ചാൽ, ചുറ്റുള്ള സ്കൂളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അല്ലേ. അങ്ങനെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന പേര് വന്നു. ഇപ്പം മനസ്സിലായോ ആരതിൻ്റെ പിന്നിലായിരുന്നെന്ന്? ചവറയച്ചനാണ്. ഇനി ഇദ്ദേഹം വേറൊരു നല്ലൊരു കാര്യം ചെയ്തു, അതിനെപ്പറ്റി കേൾക്കണോ? പിടിയേരി സമ്പ്രദായം. പിടിയേരി സമ്പ്രദായം എന്താ? പിടിയേരി സമ്പ്രദായം എന്ന് വെച്ചാൽ ഒരു കയ്യിൽ നമ്മൾ അരി പിടിക്കൂലേ, അതിനാണ് പിടിയേരി എന്ന് വെച്ചാൽ. അതായത് പണ്ട് കാലത്ത് പട്ടിണിയായിരുന്നു, ഇന്നത്തെ പോലെ എല്ലാ ദിവസം അടിപൊളി ഫുഡൊന്നും ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? പട്ടിണിയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി നൽകാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാ കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കണമെങ്കിൽ നല്ല പൈസ വേണ്ടേ. അപ്പോൾ അതിന് അദ്ദേഹം എന്താ കണ്ടെത്തിയത്? പിടിയേരി സമ്പ്രദായം. അതായത് ഓരോ വീട്ടുകാരോടും പറഞ്ഞു, നിങ്ങൾ ഭക്ഷണത്തിനുള്ള അരി അളന്ന് പാത്രത്തിലിടുമ്പോഴേ ഒരു പിടി എല്ലാ ദിവസവും ഒരു പിടി എടുത്തൊന്ന് മാറ്റി വയ്ക്കുക. അങ്ങനെ ആഴ്ചയുടെ അവസാനം ഈ അരി ഓരോ വീട്ടുകാരും എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് സമർപ്പിക്കുക, ആശ്രമത്തിൽ എത്തിച്ചിട്ട് അത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പാചകം ചെയ്ത് കൊടുക്കുക. നല്ലൊരു സമ്പ്രദായമാണല്ലേ. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ പിടിയേരി, അതായത് അരി കൊണ്ടുവരുമ്പോൾ അത്യാവശ്യം കുട്ടികൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനേ. അങ്ങനെ പിടിയേരി സമ്പ്രദായം എന്ന് പറയുന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചവറയച്ചനാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു ആര്? വിശുദ്ധ ചവറയച്ചൻ. അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് ജനിച്ചത്. കേരള നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാളാണ് അദ്ദേഹം. സോഷ്യൽ റിഫോമർ ആയിരുന്നു. അതേപോലെ തന്നെ സീറോ മലബാർ കത്തോലിക്ക സഭയിലെ CMI, കാർമേറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്നാണ് CMIയുടെ ഫുൾ ഫോം. ആ സന്യാസ സഭയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു. പിന്നെ ആദ്യത്തെ സുപ്പീരിയർ ജനറലുമായിരുന്നു. അപ്പോൾ ഒരു ക്രിസ്തീയ പുരോഹിതൻ എന്ന നിലയിൽ മാത്രമല്ല നമ്മളുടെ ചവറയച്ചൻ പ്രവർത്തിച്ചത്. അദ്ദേഹം ഒരു സമുദായ പരിഷ്കർത്താവായിരുന്നു, സോഷ്യൽ റിഫോമറായിരുന്നു, വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു, ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു. എന്നീ നിലകളിലൊക്കെ അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അദ്ദേഹം 2014 നവംബർ 23 അദ്ദേഹത്തിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തായി നാമകരണം ചെയ്തു? വിശുദ്ധനായി നാമകരണം ചെയ്തു. മനസ്സിലായോ? അപ്പോൾ വിശുദ്ധനായിട്ട് നമ്മുടെ മദർ തെരേസയൊക്കെ പോലെ വിശുദ്ധനായിട്ട് കുര്യാക്കോസ് ഏലിയാസ് ചവറയച്ചനെ നാമകരണം ചെയ്തു. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറയച്ചൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഫാദർ ഓഫ് കേരള ലിറ്ററസി അല്ലേ, കേരളത്തിലെ സാക്ഷരതയുടെ പിതാവാണ് കുര്യാക്കോസ് ഏലിയാസ് ചവറയച്ചൻ. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുമല്ലോ അല്ലേ. ഓക്കെ, താങ്ക് യു.